ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 32ാമത് വാർഷിക ആഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കഴിഞ്ഞ 32 വർഷക്കാലമായി ഈ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തും കലാകായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സാംസ്കാരിക സംഘടന അതിൻ്റെ വാർഷിക ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക സംഘടനകൾ അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്കിലും നമ്മുടെ ചിറ്റൂർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വായനശാലയുണ്ട്, ഷെഹൻഷാ ക്ലബ്ബുണ്ട്, സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് അമിഗോസ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് സംഘടന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം സാംസ്കാരിക സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ നല്ലവരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാവണം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല, സമയം ഒരുപാട് അതിക്രമിച്ചതുകൊണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ സഹായവും സഹകരണവും പ്രോത്സാഹനവുമെല്ലാം നല്ലവരായ നിങ്ങളിൽ നിന്നുണ്ടാവണമെന്ന് മാത്രം വിനീപുരത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ PS ജേക്കബ്, മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കുന്നത് ശ്രീ VM ഫിലിപ്പച്ചൻ സാറാണ്. അദ്ദേഹം റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും അധ്യാപക അവാർഡ് ജേതാവുമാണ്. അദ്ദേഹത്തെ ഏറ്റവും സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് ലൈബ്രറി കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ശ്രീ ആർ സോമൻ, മണക്കാട് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ A ജയൻ, ശ്രീ ജിജോ ജോർജ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ M മധു, ടോണി കുര്യാക്കോസ്, ശ്രീമതി ജീന അനിൽ, മണക്കാട് പുതുപ്പെരിയാരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ജോർജ് മാത്യു എന്നിവരെയെല്ലാം പ്രത്യേകം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഈ സമ്മേളനത്തിൽ ആദരിക്കുന്നുണ്ട്. അവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ദാസ് തൊടുപുഴ മെമ്മോറിയൽ അച്ചടി ദൃശ്യ മാധ്യമ അവാർഡ് ദാനം ഈ സമ്മേളനത്തിനോടൊപ്പം നടക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ ഏറ്റവും സന്തോഷവും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കുവാൻ ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എളിവാക്കൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഷെഹൻഷായുടെ സെക്രട്ടറി ശ്രീ NV CBയെ ക്ഷണിക്കും. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ചിറ്റൂർ ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കട്ടെ. മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചിറ്റൂർ ഗ്രാമപ്രദേശത്തെ സേവന സന്നദ്ധരായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമ ഫലമായി 1992 ഷെഹൻഷാ എന്ന് നാമകരണം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ക്ലബ് അതിൻ്റെ സുദീർഘമായ സേവന പാതയിൽ 32ാമത് വാർഷികം ആചരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ക്ലബിൻ്റെ വാർഷിക റിപ്പോർട്ടിലേക്ക് നിങ്ങളേവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചിറ്റൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും കലാകായിക പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഷെഹൻഷാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന പേരിൽ 1992 ഈ സംഘടന പ്രവർത്തനം തുടങ്ങിയത്. കർമ്മനിരതരായ ഏതാനും യുവാക്കളുടെ പ്രയത്നഫലമായി ഷെഹൻഷാ എന്ന നാമകരണത്തിൽ ഒരു ക്ലബിന് രൂപം നൽകിയപ്പോൾ ഇന്നാട്ടിൽ കലാകായിക രംഗത്ത് ഒരു നൂതന അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. വളർന്നു വരുന്ന കലാകായിക പ്രതിഭകൾക്ക് അർഹമായ പ്രോത്സാഹനവും പ്രചോദനവും നൽകുക എന്നതാണ് ക്ലബിൻ്റെ പരമമായ ലക്ഷ്യം.
കലാകായിക പ്രതിഭകൾക്ക് അർഹമായ പ്രോത്സാഹനം നൽകിക്കൊണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തും കലാകായിക രംഗങ്ങളിലും ജീവകാര്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഷെഹൻഷാ പ്രയാണം തുടരുന്നത്. യുവജനങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകി സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഷെഹൻഷാ ഇന്നോളം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരവധിയാണ്. പ്രിയമുള്ളവരെ, ഒരേ മനസ്സോടെ ജാതിമത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അതീതമായി കർമ്മരംഗത്ത് നിസ്വാർത്ഥമായ സേവനം നടത്തുന്ന ഷെഹൻഷയെ എക്കാലവും നെഞ്ചിലേറ്റുന്ന ബഹുജനങ്ങളാണ് ഷെഹൻഷയുടെ ശക്തിയും പ്രചോദനവും. ക്ലബിൻ്റെ തുടക്കം മുതൽ ഇക്കാലം വരെയുള്ള വളർച്ചയിൽ നാനാതരത്തിലുള്ള സേവനങ്ങൾ അർപ്പിച്ച എല്ലാ മഹത്തുക്കളെയും ഇവിടെ നന്ദിയോടെ സ്മരിച്ചുകൊള്ളുന്നു. ഷെഹൻഷാ ഫെസ്റ്റ് 2023 മുതൽ ക്ലബിൻ്റെ വാർഷികം ഒന്നിടവിട്ട വർഷങ്ങളിൽ നടത്തുവാൻ പൊതുയോഗം തീരുമാനിച്ചു. ഭരണസമിതി: ശ്രീ തോമസ് ജോൺ പ്രസിഡന്റ്, ശ്രീ സിബി NV സെക്രട്ടറി, ശ്രീ നിസാർ AK, അമലു അഖിൽദാസ് വൈസ് പ്രസിഡന്റുമാർ, ശ്രീ പ്രദീപ് VP, ശ്രീ അബിൻ അജിത് ജോയിന്റ് സെക്രട്ടറിമാർ, ശ്രീ ജിനു KU ട്രഷറർ എന്നിവരടങ്ങുന്ന 15 അംഗ കമ്മിറ്റിയാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. ജീവകാരുണ്യ സഹായനിധി: നമ്മുടെ സമൂഹത്തിൽ വിവിധ രോഗങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന നിർധരരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു ജീവകാരുണ്യ സഹായനിധി പ്രവർത്തിച്ചു വരുന്നു. നാളിതുവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രോഗദുരിതം അനുഭവിക്കുന്ന നിരവധി ആളുകളെ ഈ സഹായനിധിയിലൂടെ സഹായിക്കുവാൻ ക്ലബിന് സാധിച്ചു. ക്യാഷ് അവാർഡ്: ചിറ്റൂർ ഗവൺമെൻറ് LP സ്കൂളിലെ 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലബിൻ്റെ വക ക്യാഷ് അവാർഡ് എല്ലാ വർഷവും നൽകി വരുന്നു. ഓണക്കോടി വിതരണം: ചിറ്റൂരിലെ മുതിർന്ന മാതാപിതാക്കൾക്ക് ക്ലബിൻ്റെ വക ഓണക്കോടി വിതരണം 2024 സെപ്റ്റംബർ 12 നടത്തി. ക്ലബ് പ്രസിഡന്റ് ശ്രീ തോമസ് ജോൺ, സെക്രട്ടറി ശ്രീ സിബി NV, ശ്രീ അൻവർ ഹുസൈൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടത്തിയിരുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി: 2023 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സേവന ദിനം നടത്തി. അങ്കംവെട്ടിക്കവലയിലും പരിസരങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ക്ലബ് പ്രസിഡന്റ് തോമസ് ജോൺ, സെക്രട്ടറി സിബി NV എന്നിവർ നേതൃത്വം നൽകി. ദാസ് തൊടുപുഴ അനുസ്മരണ യോഗവും ദാസ് സ്റ്റുഡിയോ ഉദ്ഘാടനവും: ക്ലബിൻ്റെ സജീവ പ്രവർത്തകനും ക്ലബ് അംഗവുമായിരുന്ന ശ്രീ ദാസ് തൊടുപുഴയുടെ അനുസ്മരണ യോഗവും അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൂർത്തീകരിച്ച ദാസ് ഹോം സ്റ്റുഡിയോയുടെ ഉദ്ഘാടനവും ക്ലബിൻ്റെയും തൊടുപുഴ വിസ്മയ ആർട്ടിസ്റ്റ് സൊസൈറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാർച്ച് 15 അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തി. വിവിധ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരം: സമൂഹത്തിൽ രോഗദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി ക്ലബിൻ്റെ ജീവകാരുണ്യ സഹായനിധിയുടെ ധനശേഖരണാർത്ഥം 2023 ഡിസംബർ 24 ഞായറാഴ്ച 2 മണി മുതൽ ചിറ്റൂരിൽ വെച്ച് പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരം നടത്തി. 25ഓളം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ നിന്ന് ലഭിച്ച ലാഭം മുഴുവൻ അതേപടി രോഗദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നൽകാൻ കഴിഞ്ഞുവെന്ന കാര്യം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കട്ടെ. ഊർജ്ജസ്വലതയും കർമ്മശേഷിയും കൈമുതലായ ഷെഹൻഷയ്ക്ക് തങ്ങളുടെ പ്രവർത്തനം വഴി ഇന്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരേ മനസ്സോടെ ജാതിമത രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അതീതമായി കർമ്മരംഗത്ത് നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഷെഹൻഷയെ എക്കാലവും നെഞ്ചിലേറ്റുന്ന ബഹുജനങ്ങളാണ് ഞങ്ങളുടെ ശക്തിയും പ്രചോദനവും. കേരളത്തിലെ പ്രഗത്ഭരും പ്രതിഭാധനരുമായ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ മഹത് വ്യക്തികൾ, സിനിമ, നാടക രംഗങ്ങളിലെ പ്രഗത്ഭരായ കലാകാരന്മാർ തുടങ്ങിയവർ ഷെഹൻഷാ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ഷെഹൻഷയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ വ്യക്തികളെയും നന്ദിപൂർവ്വവും സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും അനുസ്മരിക്കുന്നു. ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ടും അല്ലാതെയും എല്ലാ നിലയിലും ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും നിരവധിയാണ്. അവരോടുള്ള ക്ലബിൻ്റെ നന്ദിയും കടപ്പാടും നിസ്സീമമാണ്. ഷെഹൻഷാ ഫെസ്റ്റ് 2025 വിജയത്തിന് വേണ്ടി പരസ്യവും സംഭാവനകളും നൽകി സഹായിച്ച സംഘടനകളോടും സ്ഥാപനങ്ങളോടും പ്രവർത്തകരോടും അഭ്യുദയകാംക്ഷികളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഷെഹൻഷാ ഫെസ്റ്റ് 2025 പരിപാടികൾ വിജയകരമായി നടത്തുവാനും സ്റ്റേജ് നിർമ്മിക്കുവാനും ആവശ്യമായ സ്ഥലം അനുവദിച്ചു നൽകിയ ശ്രീ ഫെലിക്സ് ജോൺ താണിക്കല്ലിനും കുടുംബാംഗങ്ങൾക്കും ക്ലബിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു.
ആധുനിക ഉപഭോഗ സംസ്കാരത്തിന് വഴിയൊരുങ്ങുന്ന ആഗോളവൽക്കരണത്തിൻ്റെ ആരവങ്ങൾ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും തകർന്നു വീഴാതിരിക്കുവാനും യഥാർത്ഥ മാനവിക മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കുവാനും ഈശ്വരഭക്തിയും മാനവ മൈത്രിയും പ്രകൃതി സ്നേഹവും പൂത്തൊലിയുന്ന ഒരു നവയുവ സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് അണിചേരാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒരു പുതുവർഷം നേർന്നുകൊണ്ടും ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.